ഹായ് വെൽക്കം ടു agnes.com. ഇന്നത്തെ ടോപ്പിക്ക് കംപ്ലൈൻറ്റ് വേഴ്സസ് കംപ്ലൈൻ്റ് ആണ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എപ്പോഴും കൺഫ്യൂഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് കംപ്ലൈൻറ്റും കംപ്ലൈനും. സോ ഒന്നാമത്തെ കാര്യം, കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. സോ നമ്മൾ കംപ്ലൈൻറ്റ് എഴുതുവാണെങ്കിലും കംപ്ലൈൻസ് എന്ന് എഴുതുവാണെങ്കിലും ഈ രണ്ട് വേർഡിൻ്റെ മുമ്പിൽ ദ എന്ന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എഴുതേണ്ടത്? ഇപ്പോൾ ഒരു സിംറ്റം മാത്രമാണ് നമ്മളുടെ കേസ് നോട്ടിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് പ്രസൻറ്റഡ് വിത്ത് എനി വൺ സിംറ്റം ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ദ കംപ്ലൈൻറ്റ് ഓഫ് എന്നാണ് എഴുതേണ്ടത്. ഇനി മോർ ദാൻ വൺ സിംറ്റംസ് പ്രസൻറ്റഡ് ആണെങ്കിൽ അന്നേരം എഴുതേണ്ടത് വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് എന്നും പറഞ്ഞാണ് എഴുതേണ്ടത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ സ്റ്റൈൽ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ് വൊമിറ്റിംഗ്. അവിടെ ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ. പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിംറ്റം മാത്രമേ കേസ് നോട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻറ്റ് ഓഫ്. അതുപോലെ തന്നെ മോർ ദാൻ വൺ സിംറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ സ്റ്റൈൽ പ്രസൻറ്റഡ് വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ബോഡി പെയിൻ. ഇങ്ങനെയാണ് ഈ സിംറ്റംസിനനുസരിച്ച് കംപ്ലൈൻറ്റും കംപ്ലൈൻസും എഴുതേണ്ടത്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്. സപ്പോസ് നമ്മൾ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. പേഷ്യൻ്റെ പേരിനോട് ചേർത്ത് ആണ് എഴുതേണ്ടത്. മിസ്റ്റർ സ്റ്റൈൽ കംപ്ലൈൻറ്റ് ഓഫ് വൊമിറ്റിംഗ്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. താങ്ക് യു.